സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം കുറച്ച് ചെറുപ്പക്കാര് ഒരാളെ പിടിച്ചു കൊണ്ടുവന്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കോടതിയിൽ ഹാജരാക്കി. അവർ പറയുന്നത് എന്താണ്? ഇയാൾ ഞങ്ങളെ ബാപ്പാനെ കൊന്നുകളഞ്ഞു എന്ന് മക്കളാ പറയുന്നത്. എന്തേ കാരണം? ഉമർ റളിയല്ലാഹു അൻഹു നീതിപൂർവകമായ ഭരണം നടക്കുന്ന കാലമാ. ബാപ്പാനെ കൊന്നതിന്റെ പേരിൽ മക്കൾക്ക് കൊല്ലാൻ പറ്റൂല. ബാപ്പാനെ കൊല്ലുന്നത് അവർ കണ്ടല്ലേ, അവർക്കും കൊന്നാഞ്ഞാ പോരെ. അങ്ങനെ കൊല്ലാൻ പറ്റൂല. പിന്നെന്ത് വേണം? കോടതിയിൽ ഹാജരാക്കണം, കോടതി വിചാരണ ചെയ്യണം. ഒന്നുകിൽ അദ്ദേഹം സമ്മതിക്കണം, അല്ലെങ്കിൽ സാക്ഷി വിസ്താരത്തിലൂടെ തെളിയണം. എന്റെ കോടതി വിധിക്കണം കൊല്ലാൻ, അല്ലാതെ നിയമം കയ്യിലെടുക്കാൻ പറ്റൂല. അതാണ് ഇസ്ലാമിക ശരീഅത്ത്. അതനുസരിച്ച് സ്വന്തം മക്കൾ ബാപ്പയെ കൊന്ന കൊലയാളിയെ കൊണ്ടുവന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കോടതിയിൽ ഹാജരാക്കുന്നു. ഇയാൾ ഞങ്ങളെ ബാപ്പാനെ കൊന്നുകളഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, അവർ പറയുന്നത് ശരിയാണോ? നിങ്ങൾ അവരുടെ ബാപ്പയെ കൊന്നിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഉണ്ട്, ശരിയാണ്, ഞാൻ കൊന്നിട്ടുണ്ട്. എന്നാൽ പിന്നെ നിങ്ങളെ പകരം കൊല്ലാൻ വിധിക്കും. അത് ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ നിയമമാണ്. കോടതി ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കോടതിയാണ്, ഇത് ഇന്ത്യൻ കോടതിയല്ല. ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കൊല്ലാൻ വിധിക്കുന്നു. സുഹൃത്തുക്കളെ, ഒരാളെ കൊന്നതിന് വേറൊരുത്തനെ കൊല്ലാൻ പകരം കൊല്ലാൻ വേണ്ടി വിധിക്കലില്ല കേട്ടോ. അങ്ങനെ ഒരു ഇസ്ലാമിക നിയമമില്ല. ഒരാളെ കൊന്നതിന് അയാളെ കൊല്ലാൻ വിധിക്കുക എന്നല്ലാതെ വേറൊരുത്തനെ കൊല്ലാൻ വിധിക്കുക. കാരണം അയാൾ ആ മതക്കാരനായി എന്നതിന്റെ പേരിൽ, അല്ലെ ആ പാർട്ടിക്കാരനായി എന്നതിന്റെ പേരിൽ, അല്ലെങ്കിൽ ആ സംഘടനക്കാരനായി എന്നതിന്റെ പേരിൽ വേറൊരുത്തനെ കൊല്ലാൻ വിധിക്കുക, അങ്ങനെ ഇസ്ലാമില്ല കേട്ടോ. അങ്ങനെ ഒരു ഇസ്ലാം അല്ലാഹ് ഇറക്കിയിട്ടില്ല. അങ്ങനെ ഒരാളെ കൊല്ലലില്ല. മറിച്ച് അയാളെ കൊല്ലാൻ വിധിച്ചു. അയാളെ കൊല്ലാൻ വിധിച്ചപ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ടാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് വിധിച്ചപ്പോ അദ്ദേഹത്തിന്റെ ചോദ്യം, ഓ ഉമറേ, ഓ അമീറുൽ മുഅ്മിനീൻ, എനിക്ക് ഒരു 3 ദിവസം അവധി തരുമോ? 3 ദിവസം കൊണ്ട് ഞാൻ തിരിച്ചുങ്ങളെ കോടതിയിൽ വരാം. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തിനാണത്? എൻ്റെ ചെറിയ കുട്ടികളുണ്ട്, അവർക്ക് ജീവിക്കാൻ വകുപ്പൊന്നുമില്ല. ഞാനൊരു ധനം കുഴിച്ചിട്ടിട്ടുണ്ട്, അത് ഞാൻ എൻ്റെ മക്കൾക്ക് എടുത്തു കൊടുത്ത്, എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും എടുത്തു കൊടുത്തിട്ട് ഞാൻ തിരിച്ചു വരും. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെ വിടാൻ പറ്റുമോ? നീ വന്നില്ലെങ്കിലോ? അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ ജാമ്യത്തിനെടുക്കണം. ആരെങ്കിലും ഉണ്ടോ ജാമ്യത്തിനെടുക്കാൻ? ആരുമില്ല ഈ കൊലയാളിയെ ജാമ്യത്തിനെടുക്കാൻ. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ആരും എടുക്കാതെ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ഞാൻ ജാമ്യം തരാമെന്ന് പറഞ്ഞു. അദ്ദേഹം പോയി. 3 ദിവസം കഴിഞ്ഞു, സമയമായി. എല്ലാവരും ഉറ്റുനോക്കുകയാണ്, ഇയാൾ വരുന്നുണ്ടോ? ഇല്ല. സമയമായി, അതിന്റെ ലാസ്റ്റ് സമയമായി. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു കോടതിയിൽ കയറ്റി ശിക്ഷിക്കാൻ പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോഴുണ്ട് അയാൾ ഓടിക്കതച്ച് വന്ന് കോടതിയിലെത്തി. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, പോയ പോക്ക് അങ്ങനെ തന്നെ പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് തടിയെടുത്തുകൂടായിനോ? അദ്ദേഹത്തിന്റെ മറുപടി കേൾക്കാൻ വേണ്ടി ചോദിച്ചതാ, അല്ലാതെ അങ്ങനെ ഉപദേശിച്ചതല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി, ഖശീതു അൻ യുഖാല, ഞാൻ ഭയപ്പെട്ടു, ആളുകളൊക്കെ പറയൂലേ, ദഹബ അഹ്ലുൽ വഫാഇ ബിൽ അഹദ്, കരാറ് പാലിക്കുന്നവരൊക്കെ പോയി, ഒരാളും ഒരു വാക്ക് പറഞ്ഞാൽ പാലിക്കുന്ന മനുഷ്യന്മാര് മുസ്ലിമീങ്ങളിൽ ഇല്ല എന്ന് ജനങ്ങളൊക്കെ ഈ സമുദായത്തെ തെറ്റിദ്ധരിക്കൂലേ. എന്റെ കഴുത്ത് പോയാലും തർക്കമില്ല, നമ്മുടെ സമുദായത്തിന് കുഴപ്പം വരാൻ പാടില്ല, ഞാനിങ്ങ് പോന്നതാ. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ചോദിച്ചു, അബൂദറെ, നിങ്ങൾക്ക് ഇയാളെ പരിചയമുണ്ടോ? ഇല്ല. പരിചയമില്ലാത്ത ഇയാളെ നിങ്ങളിങ്ങനെ ജാമ്യത്തിട്ട് എന്ത് ധൈര്യത്തിലാണ് ജാമ്യത്തിനെടുത്തത്? അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ഖശീതു അൻ യുഖാല, ഞാനും പേടിച്ചു. എന്റെ പേടി എന്താ അറിയോ? ജനങ്ങൾ പറയൂലേ, ദഹബ അഹ്ലുൽ മുർവത്തി വൽ കറം, ഒരൊറ്റ മാന്യന്മാർ ഇപ്പൊ മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ ഇല്ല എന്ന് പറയൂലേ. ഒരാൾ കുടുങ്ങിയിട്ട് അയാൾ ഒരു തെറ്റ് ചെയ്തു പോയി, ആ ചെയ്തു പോയ തെറ്റിന് അയാൾ സമ്മതിച്ചു, അയാളെ വലിയ വിധി ഉണ്ടായി, അയാൾക്കൊരു 3 ദിവസം അയാളെ മക്കൾക്കൊരു സാധനം എടുത്തു കൊടുക്കാൻ വേണ്ടി പറഞ്ഞേക്കുമ്പോൾ ജാമ്യത്തിനെടുക്കാൻ അവർ ഒറ്റ കൂട്ടി ഈ സമുദായത്തിൽ ഇല്ല എന്ന് വന്നാൽ ഈ സമുദായത്തെ ജനങ്ങൾ തെറ്റിദ്ധരിക്കൂലേ. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കി, എന്ത് സംഭവിച്ചാലും ഇല്ല, ജാമ്യം കൊടുക്കാൻ, ഈ സമുദായത്തെ രക്ഷപ്പെടുത്തണം. ഇത് രണ്ടും കേട്ടപ്പോൾ ബാപ്പയെ കൊന്നുപോയ മക്കൾ ഒന്നടങ്കം പറഞ്ഞു, അഫൗനാ അൻഹു യാ അമീറുൽ മുഅ്മിനീൻ, ഓ അമീറുൽ മുഅ്മിനീൻ, അദ്ദേഹത്തിന് ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു. കൊന്നതിന് പകരം കൊല്ലണം എന്നില്ലല്ലോ. വഅൻതഫു ഖൈറുൽ ലഹും, വിട്ടുവീഴ്ച ചെയ്യലാണ് കൂടുതൽ നല്ലതെന്നല്ലേ ഖുർആൻ പറഞ്ഞത്? ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു.
ഉമർ ഖത്താബ് തങ്ങൾ ചോദിച്ചു, നിങ്ങളല്ലേ കേസ് കൊടുത്തത്, ഇപ്പന്റെ ഒരു വിട്ടുവീഴ്ച? അവര് പറഞ്ഞു, ഹസീന യുഖാല, ഞങ്ങളും ഭയപ്പെട്ടു, ജനങ്ങൾ പറയൂലേ എന്റെ ദഹബ അഹ്ലുൽ അഫ്വി വൽ മഗ്ഫിറ, വിട്ടുവീഴ്ച ചെയ്യുന്ന മനുഷ്യന്മാരെന്ന് ഇപ്പൊ ആരും ഇല്ല, എല്ലാരും വാശിക്കാരാണ്, എല്ലാരും പകരം വീട്ടണമെന്ന ചിന്തക്കാരാണ് എന്നീ സമുദായത്തെക്കുറിച്ച് പറയൂലേ, അതുകൊണ്ട് ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു. സുഹൃത്തുക്കളെ, നീതിയാണ് ഇസ്ലാം. ലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലൂ, ഏതെങ്കിലും കക്ഷികളോടുള്ള വൈരാഗ്യത്തിന്റെ പേരിൽ നിങ്ങൾ അനീതി ചെയ്യാൻ പാടില്ല. അനീതിയെ ഇസ്ലാം അനുവദിക്കൂല, അംഗീകരിക്കൂല. ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് മുസ്ലിമീങ്ങൾ ജീവിക്കണം. ആ ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് ജീവിക്കുമ്പോ ചിലപ്പോൾ ചില ശത്രുക്കൾ രക്ഷപ്പെട്ടു പോയി എന്ന് വരും. അതിനെ നമ്മൾ ഭയപ്പെടാൻ പാടില്ല. നിങ്ങൾ കണ്ടില്ലേ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം ഹുർമൂസ് എന്ന് പറയുന്ന ഒരാളെ കൊണ്ടുവന്ന് കോടതിയിൽ ഹാജരാക്കി. ഹുർമൂസ് ഒരുപാട് മുസ്ലിമീങ്ങളെ കൊന്നവനാണ്. ഹുർമൂസിനെ വിചാരണ ചെയ്തപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹുർമൂസ്, നീ ഞങ്ങളിൽ ഒരുപാട് കൊന്നിട്ടുണ്ടല്ലോ. അദ്ദേഹം സമ്മതിച്ചു, എന്നാ നിന്നെ പകരം കൊല്ലാതെ ഞാൻ വിട്ടുവീഴ്ച ചെയ്യാം, ഇനിമേലിൽ ഞങ്ങളിൽ ഒരാളെയും കൊല്ലുകയില്ലെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്ന വിധം നീ ഞങ്ങളെ കൂടെ ചേരാൻ തയ്യാറുണ്ടോ? ഹുർമൂസ് പറഞ്ഞു, ഞാൻ അതിന് തയ്യാറല്ല, ഞാൻ നിങ്ങളെ ഇസ്ലാം അംഗീകരിക്കാൻ തയ്യാറല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, എന്നാൽ നിന്നെ പകരം കൊല്ലാതെ നിർവാഹമില്ല. അപ്പോൾ ഹുർമൂസ് എന്ത് പറഞ്ഞു എന്നറിയോ? എന്നെ നിങ്ങൾ കൊന്നോളൂ, പക്ഷേ അതിനു മുമ്പ് എനിക്കൊരു കോപ്പയിൽ വെള്ളം കുടിക്കാൻ തരുമോ? റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് വെള്ളം കൊടുക്കാൻ പറഞ്ഞു. വെള്ളം കയ്യിൽ കിട്ടിയപ്പോ അദ്ദേഹം ഈ ഗ്ലാസും വെള്ളവും അല്ലെങ്കിൽ കോപ്പയും വെള്ളവും കയ്യിൽ പിടിച്ച് ചോദിച്ചു, ഓ അമീറുൽ മുഅ്മിനീൻ, ഇത് കുടിക്കുന്നത് വരെ എനിക്ക് സമയം അനുവദിച്ചോ? അനുവദിച്ചു. ഇത് കുടിച്ചാലേ നിങ്ങൾ എന്നെ കൊല്ലുകയുള്ളൂ അല്ലേ? അതെ, അത് കുടിച്ചാലേ കൊല്ലുകയുള്ളൂ. പറഞ്ഞു തീരുമ്പോ അദ്ദേഹം ആ വെള്ളം പൂർണ്ണമായി ഭൂമിയിലേക്ക് ഒഴിച്ചു കളഞ്ഞു. വെള്ളം പൂർണ്ണമായി ഭൂമിയിലേക്ക് ഒഴിച്ചു കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഓ ഉമർ ഇബ്നുൽ ഖത്താബ്, നിങ്ങൾക്ക് എന്നെ നിങ്ങളെ ശരീഅത്തനുസരിച്ച് എനിക്ക് കൊല്ലാൻ പറ്റൂല. അതെന്തേ? നിങ്ങൾ എന്നോട് വാക്ക് പറഞ്ഞതാണ്, എന്നെ അത് കുടിച്ചതിന് ശേഷമേ കൊല്ലുകയുള്ളൂ എന്ന് വാക്ക് പറഞ്ഞതാണ്. അതിനി എനിക്ക് കുടിക്കാൻ പറ്റൂല, അത് ഞാൻ നിലത്തൊഴിച്ച് ഭൂമി കുടിച്ചുപോയി. ഇനി നിങ്ങൾക്ക് വാക്ക് പാലിക്കാതിരിക്കാൻ ഇസ്ലാമിൽ പറ്റൂല, അതിനാൽ എന്നെ കൊല്ലാൻ പറ്റൂല. ഉമർ ഇബ്നുൽ ഖത്താബിനറിയാം, ഇവനെ ഇപ്പൊ തുറന്നു വിട്ടാൽ നമ്മളെ കൂട്ടത്തിൽ പലരെയും കൊന്നവനാണ്. പക്ഷേ ഇസ്ലാമിക ശരീഅത്തൊട്ട് വിടാനും പറ്റൂല, ശരീഅത്തിന്റെ നിയമം ലംഘിക്കാൻ പറ്റൂല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, എന്നാ നീ പൊയ്ക്കോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വെറുതെ അങ്ങ് വിട്ടു. അദ്ദേഹം തൊട്ടടുത്തുള്ള ഒരു തോട്ടിലേക്ക് ചെന്നു. അവിടെ നിന്നൊരൽപ്പം വെള്ളമെടുത്ത് കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രം ധരിച്ചു വന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മുന്നിൽ നിന്ന് പറയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അതേ, ഒരു ശരിയായ ആദർശം, ഒരു ശരിയായ ആശയം, ആ ആശയം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു സമുദായം, അതിന് ആ ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറയുന്ന ആശയത്തെ 100% നടപ്പാക്കുന്ന നേതാവ്, ആ നേതാവിനെ അനുസരിക്കുന്ന അനുയായികൾ, സുബ്ഹാനല്ലാഹ്, ഇത്രയും അച്ചടക്കമുള്ള, ഇത്രയും കൃത്യതയുള്ള, ഇത്രയും നീതി പുലർത്തുന്ന ഒരു നേതൃത്വവും അനുയായികളുമുള്ള ഈ ഇസ്ലാം, ആ ഇസ്ലാമിലേക്ക് ഞാനും പങ്കുചേരുകയാണ്, മെമ്പർഷിപ്പ് എടുക്കുകയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുകയാണ്. ഇസ്ലാം ലോകത്ത് പ്രചരിച്ചത് ഇങ്ങനെയാണ്.
ഇസ്ലാമിന്റെ നീതി ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടാണ്. രണ്ടാമത്തത് സാലിഹീങ്ങളെ ഔലിയാക്കളെ കറാമത്ത് കണ്ടിട്ടാണ്. ഒരു സാധാരണ മനുഷ്യന് കഴിയാത്ത പല കാര്യങ്ങളും അവർ മുഖേന നടക്കുന്നത് കാണുമ്പോ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെയാണ് ഇസ്ലാമിന്റെ പ്രചരണം ലോകത്ത് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇസ്ലാമിക ശരീഅത്ത് വിട്ടുകൊണ്ടുള്ളൊരു ദീനീ പ്രവർത്തനമോ ഒരു സംഘടനാ പ്രവർത്തനമോ ഏതെങ്കിലും പ്രവർത്തനമോ നമുക്ക് പാടില്ല. ഇസ്ലാമിക ശരീഅത്ത് പൂർണ്ണമായി ഉൾക്കൊണ്ട് ജീവിക്കണം.